ദൈവത്തിന് സ്തോത്രം. മിസ്രയീം ദേശത്തു നിന്ന് രക്ഷപ്പെട്ടു വന്ന ജനം മോശയുടെ നേതൃത്വത്തിൽ അമോര്യരുടെ നാട്ടിലെത്തുകയാണ്. ആ മലനാട്ടിലേക്ക് എത്തി. ആവർത്തന പുസ്തകം 1:19 അവര് 19-20 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ആവർത്തന പുസ്തകം 1:19-20 നമ്മൾ നോക്കുമ്പോൾ അവര് ഈ അമോര്യരുടെ മലനാടിൽ എത്തിയിരിക്കുകയാണ്. എത്തിയിട്ട് ഈ ദേശം, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം ഇവർക്ക് കൈവശമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി ഇവിടെ മോശ 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ആ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ നമുക്കറിയാം, ഈ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി അവർ പോയിട്ട് തിരിച്ചു വന്ന 10 പേരും വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. 2 പേരെ യോശുവയും കാലേബും മാത്രമാണ് ജനത്തെ ഒന്ന് ധൈര്യപ്പെടുത്തിയത്. ബാക്കി എല്ലാവരും ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കി കളഞ്ഞു. അതുപോലെ അവർ പറഞ്ഞത്, അവർ പറയുന്ന അവിടെ അതികായന്മാരാണ്. ഇവർ പറയുന്നു, അവിടെ ചെന്ന് 28 പോകുമ്പോൾ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവരുമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെല്ലാം കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഹൃദയം ഉരുകിപ്പോയി. എന്തിനു ഞങ്ങൾ വന്നു, ഞങ്ങൾ എങ്ങനെ ഇത് അവകാശമാക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞു ഇവരുടെ ഹൃദയം വല്ലാതെ അങ്ങ് ഉരുകിപ്പോയി. എന്നാൽ 2 പേര് അവര് കർത്താവിനെ പേഴ്സണലായി രുചിച്ചറിഞ്ഞ അവർ 2 പേർക്ക് അവർക്ക് ഉറപ്പായിരുന്നു, അതികായന്മാരാണെങ്കിലും പട്ടണം ഉറപ്പുള്ളതാണെങ്കിലും ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ലാന്ന്. കാരണം ഇവരുടെ ജീവിതത്തിൽ മിസ്രയീമിൽ നിന്ന് ഇവർ കടന്നു വന്നത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇവർ കടന്നു വന്നത്. ഫറവോൻ ഇവരെ വിടുവാൻ ഒട്ടും മനസ്സിലാതെ മനസ്സ് അതികഠിനമാക്കിയപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ കണ്ടതാണ്. അതേ ജനമാണ് ഇവര്. അതിനുശേഷം ഇവർ കടന്നു വന്നപ്പോൾ ചെങ്കടൽ വിഭജിച്ച് ഇവർ പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇമാജിനേഷന് പോലും ചിന്തിക്കാം, അവരുടെ ചിന്തയിൽ പോലും വരാൻ കഴിയാത്തൊരു കാര്യമാണ് അവർ കണ്ടതും അവർ അനുഭവിച്ചൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് പോലും ഇവർക്കൊരു സാഹചര്യം വന്നപ്പം, ഒരു പ്രശ്നത്തിന്റെ സാഹചര്യം മുന്നിൽ വന്നപ്പം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് കാണുന്നത് പോലെ, ഇപ്പൊ കാണുന്ന മല്ലന്മാര് അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവരൊക്കെ വലിയ അതികായന്മാരാണ്, നമുക്കൊന്നും പറ്റില്ല. പക്ഷെ ഈ 2 പേര്, വ്യത്യസ്തരായി നിന്ന 2 പേര്, യോശുവയും കാലേബും, അവർ ഈ ജീവിതത്തിൽ ഈ കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ട് അത് അവരുടെ ഹൃദയത്തിൽ അവർ സംഗ്രഹിച്ചു. നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എത്ര വലിയ പട്ടണമായാലും എത്ര വലിയ ശക്തിമാന്മാരായ ആളുകളാണെങ്കിലും അവരെ തകർക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ എത്ര അത് നടക്കുന്നു എന്നുള്ളത് ഇവർക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. ഈ 2 സഹോദരന്മാർക്ക് മറ്റുള്ളവർ വന്ന് ഈ ജനങ്ങളുടെ എല്ലാം ഹൃദയം അങ്ങ് ഉരുക്കി കളഞ്ഞു. ഞങ്ങൾ എന്തിനവിടെ നിന്ന് വന്നു, ഞങ്ങളിവിടെ നശിച്ചു പോകുമല്ലോ എന്ന് പറയത്തക്കമാണ് അവരുടെ ഹൃദയം എന്തോ ഉരുകിപ്പോയി. പലപ്പോഴും ജീവിതയാത്ര നമ്മൾ നോക്കുവാണെങ്കിൽ പലരും ഇതുപോലെയാണ്. ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്താലും ഒരു പ്രശ്നങ്ങളുടെ മുന്നിൽ വരുമ്പം ഇത് നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഇതൊന്നും ദൈവത്തിന് പറ്റുന്ന കാര്യമല്ല എന്ന രീതിയിൽ സംസാരിച്ചു കളയും. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒരിക്കലും അത് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ വളരെ അത്ഭുതകരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പൊ ഇനിയും ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ ദൈവത്തിന് സഹായിക്കാൻ കഴിയും. ആ ഒരു ഉറപ്പ് യോശുവയെയും കാലേബിനെയും പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതികൂലം കടന്നു വന്നാലും, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ നടത്തിയത്, ഞങ്ങളെ നടത്തിയത് ഒക്കെ, ഞങ്ങളെ കുടുംബമായിട്ട് നടത്തിയ അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് നടത്തിയത് ഒക്കെ ഞാൻ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ചെങ്കടൽ കടന്നത് എങ്ങനെയാണ്, ഫറവോന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വിടുവിക്കപ്പെട്ടത്, എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ണാലെ കണ്ടു, ഇതെല്ലാം ഓർത്തു നോക്കിയാൽ ഇന്നീ കാണുന്നത് ഒന്നുമല്ലെന്ന് മനസ്സിലാവും. ചെങ്കടൽ വിഭാഗിച്ചെങ്കിൽ ദൈവത്തിന് ഇതൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെന്താണ്, ഇത് ദൈവത്തിന് കഴിയില്ല എന്ന് സ്വയമേ കാൽക്കുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൂടെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം. എന്നാൽ നമുക്ക് വ്യത്യസ്തരായിട്ട് ആ 10 പേരെ പോലെയല്ല, ഈ 2 പേരെ പോലെ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ദൈവം ചെയ്ത നന്മകളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സകലവും കഴിയുമെന്നുള്ളത് ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്ന ജനത്തെ വചനം പറഞ്ഞ് ധൈര്യപ്പെടുത്താം. പഴയകാല കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ പറഞ്ഞ് അവരെ ബലപ്പെടുത്താം.
അപ്പോൾ ദൈവം ഇന്ന് വരെ കൊണ്ടെന്നെങ്കിൽ ഇനിയും മുന്നോട്ട് നടത്തുവാൻ അതേ ശക്തിയുള്ള ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതുപോലെ ഇനിയും നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇവിടെ യെഫുന്നെയുടെ മകനായ കാലേബും ജോഷുവായും പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കാകാം. പലപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒത്തിരി പേര് കാണും. ദൈവത്തിന് ഇത് കഴിയുമോ? ഇതെങ്ങനെ മറികടക്കും? അങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുന്ന ഒത്തിരി പേര് കാണാം. പക്ഷെ നമ്മളെപ്പോഴും ഈ യോശുവയും കാലേബിനെയും പോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ, അത്ഭുതങ്ങളൊക്കെ അങ്ങോട്ട് ഘോഷിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലാകും. അവർക്കതൊരു ധൈര്യമാകും. അങ്ങനെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.